ഡയറക്റ്റിങ്ങിൻ്റെ മൂന്നാമത്തെ എലമെൻ്റായ ലീഡർഷിപ്പാണ് നോക്കേണ്ടത്. ലീഡർഷിപ്പിൻ്റെ മലയാളം നേതൃത്വം എന്നാണ്. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു മെയിൻറ്റെയിൻ good interpersonal relations with the followers and motivate them, or it's a process of influencing the behavior of the people. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ ലീഡേഴ്സ് ഉണ്ടാകും. ലീഡേഴ്സ് മാനേജേഴ്സ് ആകാം സാധാരണഗതിയിൽ. ഈ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറേയധികം ഫോളോവേഴ്സ്, അവരുടെ സബോർഡിനേറ്റ്സ് ഉണ്ടാകും. ഈ സബോർഡിനേറ്റ്സുമായിട്ട് നല്ല പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കുക, നല്ല വ്യക്തിപരമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതായത് നമ്മുടെ ഒരു ലീഡറുടെ ഇടപെടൽ കാരണം ആ എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, അതുപോലെ തന്നെ ആ ലീഡറുടെ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ആ ലീഡറുടെ പ്രവർത്തനങ്ങൾ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അവരുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കണം. ഇത്തരത്തിൽ നമ്മുടെ കൂടെയുള്ള സബോർഡിനേറ്റ്സിനെ പരമാവധി അവരുമായി നല്ല ബന്ധം സൃഷ്ടിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടോട്ടാലിറ്റി പ്രോസസ്സിനെയാണ് നാം ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്നോട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇന്നവിറ്റബിൾ ഫാക്ടറാണ്. ഒരിക്കലും ഒഴിവാക്കി നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് ലീഡർഷിപ്പ് എന്നുള്ളത്. കാരണം ഒരു മാനേജർ അല്ലെങ്കിൽ ലീഡറാണ് ഇവരെ മുഴുവൻ ലീഡ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് നമുക്കിനി നോക്കാനുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പാണ്, അല്ലെങ്കിൽ നേതൃത്വ ഗുണം, അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. ദ വെരി ഫസ്റ്റ് വൺ, ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് മേക്ക് ദം പോസിറ്റീവ്ലി. അതായത് നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസിനെ പരമാവധി അവരുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തുകയും അവരെ കൂടുതൽ പോസിറ്റീവാക്കി മാറ്റുക, അതായത് ആ ഓർഗനൈസേഷന് ഉപയോഗമുള്ള ആളുകളാക്കി മാറ്റുക, അതിന് ലീഡർഷിപ്പ് കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, എ ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഹെൽപ്പ് ഫോളോവേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ നീഡ്സ്. നമ്മുടെ എംപ്ലോയീസുമായിട്ട് നല്ല പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കുക, വ്യക്തിപരമായ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ കൂടാതെ ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കുറേയധികം നീഡ്സ് ഉണ്ടാകാറുണ്ട്, ആ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക, കൂടാതെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ നീഡ്സ് എന്ത് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക. അനദർ വൺ, ലീഡർ പ്ലേസ് എ കീ റോൾ ഇൻ ഇൻട്രൊഡ്യൂസിങ് റിക്വയർഡ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് പലപ്പോഴും പല സ്ഥാപനങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്, എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ ആ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവിക പ്രതികരണം എന്നുള്ള നിലയിൽ അവിടുത്തെ എംപ്ലോയീസ് പലപ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യാറുണ്ട്, പ്രതിരോധിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എംപ്ലോയീസ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത പരിഗണിക്കുമ്പോൾ അവിടെ ലീഡേഴ്സ് ഇടപെട്ടുകൊണ്ട് ആ എംപ്ലോയീസിനെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ പുതിയ മാറ്റങ്ങളൊക്കെ വളരെ വേഗത്തിൽ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലൊരു കീ റോള് തന്നെ, വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെ യഥാർത്ഥത്തിൽ അവിടെ ലീഡേഴ്സ് വഹിക്കുന്നുണ്ട്. ആൻഡ് അനദർ വൺ, ലീഡർ ഹാൻഡിൽസ് കോൺഫ്ലിക്റ്റ് ഇഫക്റ്റീവ്ലി. എംപ്ലോയീസ് തമ്മിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തമ്മിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ലീഡറാണ്, ഒരു നല്ല ക്വാളിറ്റിയുള്ള ലീഡർ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകളെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് അനദർ വൺ, ലീഡർ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു ദെയർ സബോർഡിനേറ്റ്സ്. ലീഡേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എന്ത് ചെയ്യുന്നു, നൽകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ഇതാണ് നോക്കേണ്ടത്. അതായത് ഒരു നല്ല ലീഡർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്. ദ വെരി ഫസ്റ്റ് വൺ, ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ഹൈറ്റും വെയ്റ്റും അതുപോലെ ഹെൽത്തും അതുപോലെ തന്നെ അപ്പിയറൻസും ഒക്കെ ഒരു ലീഡറെ കാണുമ്പോൾ തന്നെ അയാളുടെ ഒരു അപ്പിയറൻസ് ലെവൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ആ ലീഡറിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിയും അയാളുടെ പേഴ്സണാലിറ്റിയും സൂചിപ്പിക്കുന്നു. അനദർ വൺ, നോളജ്. ഒരു നല്ല ലീഡർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന് അറിവുണ്ടാകണം എന്നുള്ളത്. ആൻഡ് അനദർ വൺ, ഇൻറ്റഗ്രിറ്റി. അതായത്
ഏതൊരു ലീഡർക്കും ഉണ്ടാകേണ്ട മറ്റൊരു ഗുണമാണ് സത്യസന്ധത ഉണ്ടാകണം, ഇൻറ്റഗ്രിറ്റി ഉണ്ടാകണം എന്നുള്ളത്. അനദർ വൺ, ഇനിഷ്യേറ്റീവ്. അതായത് ഏതൊരു കാര്യത്തിലും മുൻകൈ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ധൈര്യം ഏതൊരു നല്ല ലീഡർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അനദർ വൺ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നല്ല ലീഡർക്ക് ഉണ്ടാവേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് ആശയവിനിമയത്തിനുള്ള സ്കില്ലുണ്ടാകണം എന്നുള്ളത്. മറ്റേത് മോട്ടിവേഷൻ സ്കില്ലുണ്ടാകണം. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം, അതായത് ആത്മവിശ്വാസം ഉണ്ടാകണം. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അനദർ വൺ, ഡിസിസീവ്നെസ്. അതായത് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാകണം. മറ്റേ സോഷ്യൽ സ്കില്ലാണ്. അതായത് ഈ സോഷ്യൽ സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസുമായിട്ട് വളരെ സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യുക, അവരുമായി നല്ല ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നല്ല കൊളീഗ്സുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടാക്കുക. ഇതാണ് സോഷ്യൽ സ്കിൽ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആൻഡ് അനദർ വൺ, വിഷൻ ആൻഡ് ഫോർസൈറ്റ്. അതായത് നമ്മുടെ ഭാവിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഓർഗനൈസേഷന് മാത്രമല്ല ഒരു കൃത്യമായ ഒരു വിഷനും ഫോർസൈറ്റും ഒരു വീക്ഷണവും അതുപോലെ തന്നെ കൃത്യമായ ഒരു കാഴ്ചപ്പാടും നല്ല ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഇവയാണ് പ്രധാനമായിട്ടും ലീഡേഴ്സിന് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ്. അതായത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ലീഡർഷിപ്പ് നടപ്പിലാക്കാൻ സാധിക്കുന്നതെന്നാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ലീഡർഷിപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, സെക്കൻഡ് വൺ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആൻഡ് തേർഡ് വൺ ലേസസ് ഫെയർ ലീഡർഷിപ്പ്. ഇതിൽ ആദ്യത്തെ ലീഡർഷിപ്പാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർ എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്. ആൻ ഓട്ടോക്രാറ്റിക് ലീഡർ ഗീവ്സ് ഓർഡേഴ്സ് ആൻഡ് എക്സ്പെക്ട് ഹിസ് സബോർഡിനേറ്റ്സ് ടു ഒബേ ദീസ് ഓർഡേഴ്സ്. അതായത് ഇവിടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും അവരുടെ എംപ്ലോയീസിന് നൽകുന്നു. ഈ പറയുന്ന എല്ലാ ഓർഡേഴ്സും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും എംപ്ലോയീസ് അനുസരിക്കുക. അതിനും അപ്പുറത്ത് എംപ്ലോയീസിന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് സ്റ്റേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അനുവാദം ഇത്തരം ലീഡേഴ്സ് നൽകുന്നില്ല. അതായത് ഒരു ഏകാധിപത്യ നിലപാടാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ സ്വീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. ഇവിടെ പേര് കേൾക്കുന്നത് പോലെ തന്നെ ഒരു ജനാധിപത്യപരമായ നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. ഹിയർ എ ഡെമോക്രാറ്റിക് ലീഡർ വിൽ ഡെവലപ്പ് ആക്ഷൻസ് ആൻഡ് പ്ലാൻസ്, മേക്ക് ഡിസിഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സബോർഡിനേറ്റ്സ്. അതായത് തൻ്റെ സബോർഡിനേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസുമായിട്ട് കൃത്യമായി ആലോചിച്ച് അവരുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം ആണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ ഡെമോക്രാറ്റിക് ലീഡർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. അവിടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ ഓട്ടോക്രാറ്റിക് ലീഡർ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. എന്നാൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ അങ്ങനെയല്ല. ഇവിടെ എംപ്ലോയീസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സുമായിട്ട് കാര്യങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ലേസസ് ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർ എന്ന് പറയുന്നത്. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ഇൻ ദിസ് സ്റ്റൈൽ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് വർക്ക് ദെയർ ഓൺ ടാസ്ക് റിസോൾവിംഗ് ഇഷ്യൂസ് ദംസെൽവ്സ്. ഇവിടെ ലീഡർ എന്ത് ചെയ്യുന്നില്ല, വർക്കേഴ്സിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. വർക്കേഴ്സിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അവരുടെ വിഷയങ്ങൾ എന്താണ് അത് അവർ തന്നെ പരിഹരിക്കുക, അവർ തന്നെ അവരുടെ ടാസ്കുകൾ തീരുമാനിക്കുക. അതായത് ഇവിടെ മാനേജർ യഥാർത്ഥത്തിൽ ഒരു സപ്പോർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എംപ്ലോയീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി പലപ്പോഴും കുറയുന്നതായി ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാലും ലേസസ് ഫെയർ സിസ്റ്റത്തിൽ ഈ ലീഡർ ഇവിടെ ഒരു സപ്പോർട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ എംപ്ലോയീസിന് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുമുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആയിട്ടുള്ളത്.